ഡബ്ബിങ് ശരിക്കും പാട്ടിനേക്കാളും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ചന്ദ്രിക പുഷ്പവേദ, പുഷ്പങ്ങളുടെ ആയുർവേദം. ശരിക്കും ഞാൻ ഈ ഡബ്ബിങ്ങിലേക്ക് വരാൻ ആഗ്രഹിച്ച ഒരാളല്ല. ഞാൻ വരുമെന്ന് പ്രതീക്ഷിച്ചതുമല്ല. ഇങ്ങനെ ഒരു ഫീൽഡിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം സിനിഗ്രാമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക്. നമ്മൾ ഓരോരുത്തർ തിരിച്ചറിയുന്നത് പല വിധത്തിലാണ്. ചിലരെ ശബ്ദം കൊണ്ട് തിരിച്ചറിയും, ചിലരെ കാണുമ്പോൾ തിരിച്ചറിയും. അതിൽ കൂടുതൽ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടാണ് തിരിച്ചറിയുക. ശബ്ദത്തിലൂടെ തിരിച്ചറിയുന്നത് വളരെ കുറച്ച് പേരെയാണ്. ആ കുറച്ച് പേരിൽ ഒരു പ്രധാനിയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. ഡബ്ബിംഗ് രംഗത്തും അതുപോലെ പാട്ട് പാടുന്നതും അതുപോലെ പരസ്യങ്ങളിലൂടെയും ഇദ്ദേഹത്തിൻ്റെ ശബ്ദം നിങ്ങൾ ദിവസവും കേൾക്കുന്നുണ്ടാവും. സ്വാഗതം ചെയ്യുന്നു ബെന്നി എബ്രഹാം. നമസ്കാരം. ടോജും ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഒരുമിച്ച് ഡബ്ബിംഗ് സ്റ്റുഡിയോകളിൽ പലപ്പോഴും കണ്ടുമുട്ടാറുണ്ട്. അല്ലാതെ തന്നെ ഞങ്ങൾ ഒരു ബ്രദേഴ്സിനെ പോലെയാണ്. ഞങ്ങളെ ശരിക്കും ചേട്ടനും അനിയനുമായിട്ട് ഒരുപാട് സിനിമകളിലും അതുപോലെ വില്ലനും നായകനുമായിട്ടും അതുപോലെ ഒക്കെ ഒത്തിരി ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തുടർന്നുള്ള വിശേഷങ്ങൾ ഇപ്പം ഏകദേശം ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏതൊക്കെയാണ് അദ്ദേഹം ചെയ്ത സിനിമകൾ എന്നുള്ളത്. നമ്മുടെ വിജയ് ആന്റണി, അജിത്തിന്റെ ഒരു 100 സിനിമ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ 90% ചെയ്തിരിക്കുന്നത് ബെന്നിയാണ്. പിന്നെ അതുപോലെ ചിയാൻ വിക്രമിന്റെ വോയിസും ബെന്നിയാണ്. ഇതൊക്കെ നിങ്ങൾ ചാനലിൽ കാണുമ്പോൾ ഇവര് സംസാരിക്കുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിലും അതിന്റെ എല്ലാം പിന്നിൽ ഇങ്ങനെ. പിന്നെ അതുപോലെ പരസ്യം നിങ്ങൾക്ക് ദിവസം എന്നോളം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് പരസ്യം. ഈ പരസ്യം കേട്ടു നോക്കി. അതെ, ശരിക്കും പറഞ്ഞാൽ നമ്മളെയൊക്കെ തിരിച്ചറിയുന്നത് ഈ ശബ്ദം കേൾക്കുമ്പോൾ പല ആളുകളും പറയാറുണ്ട്, ഈ ശബ്ദം ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് പറയാറുണ്ട്. ഇപ്പം മലബാർ ഗോൾഡിൻ്റെ ചില സീസൺസ്, ഒരുപാട് പേര് മലബാർ ഗോൾഡിൻ്റെയും കല്യാണിൻ്റെയൊക്കെ സീസൺസ് എടുക്കാറുണ്ട്. അതിൽ ഞാനൊരു 3-4 സീസൺ ചെയ്തിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ ഓണത്തിന് കല്യാണിൻ്റെയൊക്കെ എൻ്റെ ആയിരുന്നു. അതുപോലെ മലബാറിൻ്റെ ഒരുപക്ഷെ ആ ടൈറ്റിൽ നിങ്ങൾ കേട്ട് കാണും, മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ഈ ഒരു ടൈറ്റിൽ ചിലപ്പോൾ നിങ്ങൾ കേട്ട് കാണും. അതുപോലെ ചന്ദ്രിക പുഷ്പവേദ, ഇപ്പോൾ ടി വിയിലൊക്കെ വരുന്നൊരു പരസ്യമാണ്. ചന്ദ്രിക പുഷ്പവേദ, പുഷ്പങ്ങളുടെ ആയുർവേദം. അപ്പം അങ്ങനെ പരസ്യങ്ങളിലൂടെ മിക്കവാറും എല്ലാ ദിവസവും ചാനലിൽ എൻ്റെ ശബ്ദം വരുന്നുണ്ടാവും. പിന്നെ സി കേരളത്തിന്റെ പ്രൊമോ വോയിസ് മൊത്തം ഇങ്ങനെയാണ്. എനിക്ക് കുറെ വിശേഷങ്ങൾ അറിയാമെങ്കിലും നമുക്ക് ചോദിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു അവതരണമാണല്ലോ ഞാൻ ചെയ്യേണ്ടത്. അതാണല്ലോ എൻ്റെ ഡ്യൂട്ടി. അതുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് ഡബ്ബിംഗ് ഫീൽഡിലേക്ക് ഇറങ്ങുന്നത് എങ്ങനെയാണ്? ശരിക്കും ഞാൻ ഈ ഡബ്ബിങ്ങിലേക്ക് വരാൻ ആഗ്രഹിച്ച ഒരാളല്ല. ഞാൻ വരുമെന്ന് പ്രതീക്ഷിച്ചതുമല്ല. ഇങ്ങനെ ഒരു ഫീൽഡിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. ആക്ച്വലി ഞാൻ സംഗീത കോളേജിൽ, പാലക്കാട് ചെമ്പൈ മ്യൂസിക് കോളേജിൽ പഠിച്ചു എന്നതേ ഉള്ളൂ. അപ്പം പഠിച്ച് ഗാനമേളയും പരിപാടിയായിട്ട് നടക്കുന്നൊരു സമയമാണ്. അപ്പോൾ ഞാനൊരു ക്രിസ്ത്യൻ ടീമിൽ ഗായകനായിട്ട് ബാംഗ്ലൂർ പ്രവർത്തിച്ചിരുന്നു. ഈ സമയത്താണ് ഈ ഞങ്ങളുടെ ചാനലിൻ്റെ ഞങ്ങളുടെ ടീമിൻ്റെ മ്യൂസിക് ടീമിൻ്റെ ഒരു നാഷണൽ കോൺഫറൻസ് ഉണ്ട്. ഈ ഇന്ത്യ ക്യാമ്പസ് ക്രൂസൈഡ് ഫോർ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓർഗനൈസേഷനാണ്. അതിൻ്റെ നാഷണൽ മ്യൂസിക് ടീമാണ് ഹാർട്ട് ബീറ്റ്സ്. അപ്പോൾ ഹാർട്ട് ബീറ്റ്സിലെ പ്രധാന ഗായകനായിരുന്നു ഞാൻ. അപ്പം ഞാൻ ഈ സ്റ്റേജിൽ ഇടയ്ക്കിടയ്ക്ക് ഇൻട്രഡക്ഷനൊക്കെ പറയുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഞങ്ങളുടെ ഒരു സൗത്ത് ഏഷ്യ കോൺഫറൻസ് വന്നപ്പോൾ അതിൻ്റെ ഈ ഹാർട്ട് ബീറ്റിനെ കുറിച്ചുള്ള റിപ്പോർട്ട് പറയാനായിട്ട് വോയിസിനെ വിളിച്ചയാൾ വന്നില്ല. ആക്ച്വലി അത് ഇംഗ്ലീഷിലാണ്. അപ്പം എന്നാൽ പിന്നെ നമ്മുടെ ബെന്നിച്ചനെ കൊണ്ടൊന്ന് പറയിച്ച് നോക്കാം, ബെന്നിച്ചൻ പറയുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിൻ്റെ ഡയറക്ടർ പറഞ്ഞു ബെന്നിച്ചനെ കൊണ്ട് പറയിക്കുക. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഒരു മൈക്കിൻ്റെ മുമ്പിൽ വന്ന് എൻ്റെ ശബ്ദം റെക്കോർഡ് ചെയ്യപ്പെടുന്നത് ബാംഗ്ലൂർ ഞങ്ങളുടെ ഹാർട്ട് ബീറ്റ്സിൻ്റെ തന്നെ സ്റ്റുഡിയോ ഉണ്ട്. ആ സ്റ്റുഡിയോയിൽ എനിക്കൊന്ന് സൗണ്ട് എഞ്ചിനീയർ ക്രിസ്റ്റഫറാണെന്ന് തോന്നുന്നു. ക്രിസ്റ്റഫറിൻ്റെ ഇതിലാണ് ആദ്യമായിട്ട് ഞാൻ ഡബ് ചെയ്യുന്നത്. എൻ്റെ ശബ്ദം ഒരു റെക്കോർഡ് ചെയ്യപ്പെടുന്നത്, റെക്കോർഡ് ചെയ്യുന്ന പറഞ്ഞാൽ പാട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അല്ലാതെ നരേഷനൊക്കെ ആയിട്ട് ചെയ്യുന്നത് അതാണ്. അന്ന് തുടക്കം എങ്ങനെയാണ്, ഹാർട്ട് ബീറ്റ്സ്, ദ നാഷണൽ സിംഗിങ് ടീം ഓഫ് ഇന്ത്യ ക്യാമ്പസ് ക്രൂസൈഡ് ഫോർ ക്രൈസ്റ്റ്. ഈ സാധനമാണ് തുടക്കത്തിൽ ഇങ്ങനെ പോകുന്നത്. പിന്നെ അതിൻ്റെ റിപ്പോർട്ടുകൾ ഇങ്ങനെ നമ്മൾ എഴുതി, നമുക്ക് സ്ക്രിപ്റ്റ് വന്നിട്ട് അത് വെച്ച് ഇങ്ങനെ വായിച്ചു പോവുകയാണ്. അങ്ങനെ ഒരു നരേഷൻ പറഞ്ഞാണ് എൻ്റെ ഡബ്ബിങ്ങിൻ്റെ തുടക്കം. ഇപ്പം ഞാൻ ഈ അന്നേരം പറഞ്ഞു പോയെങ്കിലും നമുക്ക് സ്റ്റുഡിയോ കേൾക്കുന്ന ഒരു എഫക്റ്റിനേക്കാളും ഇത് ലൈവായിട്ട് സ്റ്റേജിൽ വലിയ സ്പീക്കറിലൂടെ കേട്ടപ്പോഴാണ് ഞാൻ എൻ്റെ ശബ്ദം കൊള്ളാമല്ലോ എന്നൊരു ചിന്ത വന്നത്. അന്ന് തന്നെ മനസ്സിൽ കയറി കൂടി ഇങ്ങനെ പറ്റിയാണ്ട്. പിന്നെ ഞാൻ ഈ കാസറ്റ്സിൻ്റെ അന്നൊക്കെ ഓരോ കാസറ്റ്സ് ഇറങ്ങുന്ന സമയത്ത്, അന്ന് കാസറ്റ്സാണ്, CD പോലും ആയിട്ടില്ല,
കാസറ്റ്സിൻ്റെ സമയത്ത് അതിൻ്റെ ടൈറ്റിൽ പറയാനൊക്കെ ഞാൻ അങ്ങോട്ട് ചോദിച്ച് കയറി ചെയ്യാൻ തുടങ്ങി. പിന്നെ അങ്ങനെ കാസറ്റ്സിൻ്റെ ടൈറ്റിലായി. പിന്നെ ചെറിയ ചെറിയ ഈ നരേഷൻ കാര്യങ്ങൾ, റിപ്പോർട്ട്സ്, അങ്ങനെയുള്ള മലയാളത്തിലുള്ള ചില കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഈ ഡബ്ബിങ്ങിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. പക്ഷേ ഈ മ്യൂസിക് ടീമിൽ പാടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്കതിന് കൂടുതൽ അവസരങ്ങൾ ലഭിച്ചില്ല. അപ്പം അവിടെ തന്നെ വെച്ചിട്ട് വിഷ്വൽ മീഡിയയുടെ ഞങ്ങൾക്ക് അവിടെ വിഷ്വൽ മീഡിയയുടെ കാര്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞപ്പം എനിക്ക് വിഷ്വൽ മീഡിയയോട് ഭയങ്കര ക്രേസ് കയറി. ഞാനൊരു ചാനലിൻ്റെ പ്രോഗ്രാം പ്രൊഡ്യൂസറായിട്ട് തിരുവല്ലയിൽ വരികയാണ്. തിരുവല്ലയിൽ ആത്മീയാത്ര ടെലിവിഷൻ എന്ന് പറഞ്ഞിട്ട് ചാനലിൻ്റെ പ്രോഗ്രാം പ്രൊഡ്യൂസറായിട്ട് വന്ന് അവിടെയാണ് ശരിക്കും ഈ ഡബ്ബിങ്ങിലോട്ടുള്ളൊരു ചുവടുവയ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ചാനലിൽ പല പ്രോഗ്രാമിന് നരേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചില ചെറിയ ചെറിയ ഫിക്ഷൻസിന് ഡബ് ചെയ്ത് തുടങ്ങി. പിന്നെ ആത്മയാത്രയ്ക്ക് കുറേ നാടകങ്ങളുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 1000-ലേറെ നാടകങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. 1000-ലേറെ നാടകങ്ങൾക്ക് ചെയ്തു. അങ്ങനെ ആ നാടകം ചെയ്യുമ്പോൾ നമ്മുടെ എറണാകുളത്തു നിന്നൊരു ഷീജ, നമ്മുടെ ഷീജകുമാരി, ഷീജ അവിടെ ഡബ് ചെയ്യാൻ വരുമായിരുന്നു. അങ്ങനെ ഷീജയാണ് എന്നെ ഈ ഡബ്ബിംഗ് ലോകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പം അവിടെ ചാനലിൽ നിന്ന് ബ്രേക്ക് ചെയ്ത സമയത്ത്, ഞാൻ അവിടെ നിന്ന് ബ്രേക്കായിട്ട് ഇറങ്ങിയ സമയത്ത് ഷീജ പറഞ്ഞു, വാ നമുക്ക് ഡബ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ചെന്നൈയിൽ പോവുകയാണ്. ചെന്നൈയിൽ കൈലാസനാഥൻ, അതുപോലെ മഹാഭാരതം, ഇതിലൊക്കെ ഡബ് ചെയ്യാനായിട്ട് ചെന്നൈയിലേക്ക് പോവുകയാണ്. കൃഷ്ണൻ, ശിവൻ, പിന്നെ വിഷ്ണു. അതുതന്നെ ഒരുമാതിരിപ്പെട്ട ദൈവിക അവതാരങ്ങളും മുഴുവൻ എൻ്റെ ശബ്ദത്തിലൂടെ വന്നിട്ടുണ്ടാവും. കാരണം പല സീരിയലിൽ ഒന്നിൽ കൃഷ്ണനാണെങ്കിൽ കൃഷ്ണൻ മിക്കവാറും എനിക്കാണ് കിട്ടാറ്. ഇപ്പം റീസെൻ്റ്ലി നമ്മൾ നെറ്റ്ഫ്ലിക്സിലൊരു കുരുക്ഷേത്ര എന്ന് പറഞ്ഞൊരു റിലീസായിട്ടുണ്ട്. ഇപ്പം അതിൽ കൃഷ്ണനും ഞാൻ തന്നെയാണ്. അതുപോലെ മഹാഭാരതത്തിൽ, ഏഷ്യാനെറ്റിൽ വന്നിരുന്ന മഹാഭാരതത്തിലെ കൃഷ്ണനും ഞാൻ തന്നെയാണ്. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തുടക്കത്തിൽ ഞാൻ അതല്ല ചെയ്തത്, ഞാൻ ഭീമനാണ് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞിട്ട് ചാനലുകാർ തന്നെ, ഏഷ്യാനെറ്റ് തന്നെയാണ് ഇദ്ദേഹം ഈ കൃഷ്ണന് ചെയ്തുകൊണ്ടിരുന്ന ആൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റാതായി. അപ്പം ചാനലുകാർ തന്നെ നിർദ്ദേശിച്ചു നമുക്ക് ഇദ്ദേഹത്തെ കൊണ്ട് കൃഷ്ണനെ ചെയ്യിക്കാം. അങ്ങനെ എനിക്കൊന്നൊരു 300-350 എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം കൃഷ്ണൻ അത് അവസാനിക്കുന്നവരെ കൃഷ്ണൻ്റെ വോയിസ് ഞാനായിരുന്നു. അത് ഭയങ്കര സന്തോഷമുള്ള, എന്നെ ഒത്തിരി എസ്റ്റാബ്ലിഷ് ചെയ്ത ആ സമയത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തൊരു വോയിസും കൂടിയായിരുന്നു അത്. നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ഇപ്പോൾ നോക്കുമ്പോഴും ശബ്ദം കേൾക്കാൻ പറ്റും, വിഷ്ണുവായിട്ടും ശിവനായിട്ടും കൃഷ്ണനായിട്ടും എല്ലാം ശബ്ദം കേൾക്കാൻ പറ്റും. പിന്നെ ഫിലിം അഭിനയമല്ല, ഡബിങ്, നമ്മുടെ മൊഴിമാറ്റ ചിത്രങ്ങളാണല്ലോ നിറഞ്ഞാടി നിൽക്കുന്നത്. ഫസ്റ്റ് മൂവി ഏതായിരുന്നു? ഫസ്റ്റ് മൂവി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എനിക്കൊരു ഹിന്ദി മൂവിയായിരുന്നു. ഹിന്ദി മൂവി തൻവി മീഡിയ സൊല്യൂഷനിലാണ് ഞങ്ങളൊക്കെ ഡബിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്. അവിടെയാണ്, അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ഹിന്ദി മൂവി റൗഡി റാത്തോർ എന്ന് പറഞ്ഞ സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ടൊരു ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പം അവരാണ് എനിക്ക് ആദ്യമായിട്ട് ഹീറോ എന്ന് പറഞ്ഞാൽ ചെറിയ ഹീറോ ഒന്നുമല്ല, നമ്മുടെ അജിത് ഹീറോ, തല എന്ന് പറയുന്ന തമിഴ്നാടിൻ്റെ ഹീറോ തലയ്ക്ക് ആദ്യമായിട്ട് വോയിസ് ടെസ്റ്റ് പോയി. എനിക്ക് തോന്നുന്നു വീരമാണെന്ന് തോന്നുന്നു ആ പടം അതാണെന്ന് തോന്നുന്നു. അതിന് വോയിസ് ടെസ്റ്റ് പോയി. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് കിട്ടത്തില്ലായിരിക്കും, നമ്മൾ പുതിയ ആളല്ലേ. ഭാഗ്യത്തിന് അവർ സെലക്ട് ചെയ്തിട്ട് ആദ്യമായിട്ട് ജോളി ചേച്ചി ആണ് ഇരുന്ന് എനിക്ക് പറഞ്ഞു തരുന്നതും ഈ അജിത്തിന് ഞാൻ ഡബ് ചെയ്യുന്നത്. അപ്പം അജിത്തിൻ്റെ ഏകദേശം ഒരു 17ഓളം ഫിലിം ഞാൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എനിക്കൊന്ന് വർഷത്തിലൊരു ഫിലിമൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം ഇപ്പം ലാസ്റ്റ് നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നൊരു പടം വിടാമുയർച്ചയിൽ ഞാൻ അജിത്തിനും അദ്ദേഹം അർജുനുമാണ് ചെയ്തത്. അപ്പം അതെ, വില്ലനായിട്ട്. അതെ. അതുപോലെ പിന്നെ ചിയാൻ വിക്രത്തിന് കുറച്ച് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അല്ല, കുറച്ച് പടങ്ങളേ ഉള്ളൂ, ഒരു 5-6 പടങ്ങൾ. മറ്റേ മഹാൻ, കോബ്ര, അങ്ങനെയുള്ള കുറച്ച് പടങ്ങളാണ് ചെയ്തത്. സാമി 2. വിവേകത്തിലും ഞാൻ വില്ലനും. അതെ, വിവേകം എന്ന് പറഞ്ഞൊരു ഫിലിമിലും ഞാനും ഇതുപോലെ വില്ലൻ. വിവേക് ഒബ്രോയ്ക്ക് ടോജും ഞാൻ അജിത്തിനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ പിന്നെ വിജയ് ആന്റണിക്ക് എനിക്കിപ്പോൾ ഒരു 5-8 പടം ഞാൻ ചെയ്തിട്ടുണ്ട്. വിജയ് ആന്റണി. അങ്ങനെ കുറേ തമിഴിലെയും തെലുങ്കിലെയും കുറേ നായകന്മാർക്ക് ശബ്ദം കൊടുക്കാൻ. ഇപ്പോൾ റീസെൻ്റ്ലി ചെയ്തത്, ഇപ്പോൾ റിലീസായത് OG എന്ന് പറഞ്ഞൊരു ഫിലിമാണ്. OTTയിൽ വന്നിട്ടില്ല, തിയേറ്ററിൽ ഓടുന്നേ ഉള്ളൂ. പവൻ കല്യാണ്, നമ്മുടെ ആന്ധ്രയിലെ മന്ത്രിയും പ്രശസ്തനായ നടനുമായ പവൻ കല്യാണ് ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഏറ്റവും പുതിയ പ്രോജക്റ്റ്. പിന്നെ നിങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് അറിയുന്ന വേറൊരു പടം കൂടി ഉണ്ട്, വന്നല്ലോ. ആ പാട്ട് കേൾക്കാത്തവരായിട്ട് സൂഫ്രം അല്ലേ? സോ അതായത് ഇവിടെ ഒരു മന്ത്രവാദിയെ കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകത
വളരെ അത്യാവശ്യമാണ് എന്ന് പറയുന്നൊരു നേതാവുണ്ടായില്ല. ആ നേതാവിൻ്റെ ക്യാരക്ടറും പിന്നെ ഈ അളിയൻ്റെ അളിയൻ ചെറുക്കൻ കല്യാണ ചെറുക്കനായിട്ടുള്ള അഭിനയിക്കുന്നത് ഈ 2 ക്യാരക്ടറും ഞാൻ തന്നെ ചെയ്തത്. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ ചെയ്യേണ്ടി വന്നതാണ്. അങ്ങനെ ത്രൂ ഔട്ടുള്ള 2 ക്യാരക്ടറും അതിനകത്ത് ഞാനാണ് ചെയ്തിരിക്കുന്നത്. അത് ഭയങ്കര ഹിറ്റായിരുന്നു. ഈ ഇടയ്ക്ക് എല്ലാവരും കണ്ടു കാണുമായിരിക്കും. ധാരാളം ചിരിക്കാനുള്ള ഒരു ഫിലിമാണ്. ഞങ്ങൾ ഡബ് ചെയ്യുമ്പോഴും ഒരുപാട് ചിരിച്ചിരുന്നു. സത്യം പറഞ്ഞ ആ മൂവി ഞാൻ കാണുമ്പോ അതിന് ഞാൻ ചെയ്തിട്ടില്ല. അത് കാണുമ്പോ എനിക്ക് മനസ്സിലായിട്ടില്ല ബെന്നിയാണ് അത് ഡബ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ എനിക്ക് മനസ്സിലായി, അളിയന്റെ എനിക്ക് മനസ്സിലായി. പക്ഷെ അതിന് അതായത് കേട്ട് പഠിച്ചില്ല, പക്ഷെ മൂപ്പറാണ് ചെയ്തത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ ഈ ഡബ് ചെയ്യാൻ ചെല്ലുമ്പോൾ നമ്മളോട് പറയും, അതായത് ബെന്നി ഈ ക്യാരക്ടർ ഇങ്ങനെയാണ്. അപ്പം നമ്മൾ നമ്മുടെ ശബ്ദത്തിൻ്റെ സൗകുമാര്യമൊന്നും അവിടെ ഉപയോഗിക്കില്ല. അപ്പോൾ ആ ക്യാരക്ടറിലേക്ക് നമ്മൾ സന്നിവേശം ചെയ്യണം. അപ്പം നമ്മൾ നമ്മുടെ ശബ്ദത്തെ കുറച്ച് ട്വിസ്റ്റ് ചെയ്യിക്കും, പിന്നെ ശൈലി മാറ്റും. ഇതൊരു കണ്ണൂരും പാലക്കാടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ശൈലിയാണ് ഞാൻ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. ചെറുക്കൻ പിന്നെയും കുറച്ചുകൂടെ നല്ല അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉള്ളൊരു ചെറുക്കനായതുകൊണ്ട് വലിയ ചേഞ്ച് ചെയ്യേണ്ടി വന്നില്ല. പക്ഷേ ഈ ഇദ്ദേഹത്തിന് ഞാൻ നന്നായിട്ട് ചേഞ്ച് ചെയ്ത് ഒരു നോർമൽ ടൈപ്പിലാണ് തട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മനസ്സിലായി, മറ്റേത് മനസ്സിലായില്ല. അത്രേ ഉള്ളൂ. അതുപോലെ ഈ ഡബിങ്, അതിന് കുറച്ച് നമുക്ക് ഡബിങ് കാര്യത്തിലേക്ക് കടന്നാലോ? അതെ, ആയിക്കോട്ടെ. ഡബിങ്ങിൽ ഏറ്റവും വിഷമം തോന്നിയിട്ടുള്ളത് എന്തിനാണ്? ചിരിക്കാനാണോ, കരയാനാണോ, നോർമൽ ഡയലോഗിനാണോ? ഏത് പ്രസന്റേഷനാണ് ഏറ്റവും ബുദ്ധിമുട്ട് തോന്നുന്നത്? ടോജ, എനിക്ക് ഡബ്ബിങ് ശരിക്കും പാട്ടിനേക്കാളും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ പാട്ട് പാടുന്ന ഒരാളായതുകൊണ്ട് പാട്ടിനകത്ത് നമുക്ക് ആ വരികളുടെ ഡൈനാമിക്സും അതിൻ്റെ സംഗതികളും പിന്നെ ഭാവമൊക്കെ ഒന്ന് നോക്കിയാൽ മതി. പാട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാം. താളബോധമൊക്കെ ഉള്ള അല്പമൊക്കെ ഉള്ള ആൾക്ക് ഇപ്പോൾ പാടിയെടുക്കാൻ സുഖമാണ്. ഓരോ വരി ഓരോ അക്ഷരം പാടിയെടുത്താൽ മതി. അത് മാത്രമല്ല, ഒരു പ്രാവശ്യം പാട്ട് പഠിച്ചാൽ പിന്നെ മാറ്റില്ല. അതെ, ഇത് ചെയ്യുന്നതൊക്കെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ, വ്യത്യസ്തമായ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ചില സമയത്ത് നമുക്ക് വരുന്നൊരു ടാസ്ക് എന്ന് പറയുന്നതും അത് തന്നെയാണ്. അതായത് നമുക്ക് മുന്നിലുള്ള ക്യാരക്ടർ ചിലപ്പം ചില ഡയറക്ടേഴ്സ് നമ്മൾ ഈ സ്ട്രേറ്റ് ഫിലിം ചെയ്യാൻ ചെല്ലുമ്പോൾ പറയുന്നത്, എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്, ബെനിച്ച പുള്ളി അഭിനയിച്ച് ഓവറാക്കി വെച്ചിരിക്കുക, കുറച്ച് കുറയ്ക്കണം. അല്ലെങ്കിൽ പറയും പുള്ളി അഭിനയിച്ചിട്ട് അങ്ങ് കയറിയിട്ടില്ല കേട്ടോ, കുറച്ചൊന്ന് കയറ്റി തരണേ. ഇപ്പോൾ ഞങ്ങൾ അന്നേരം അതിനനുസരിച്ച് സ്ട്രെയിൻ ചെയ്യുന്നുണ്ട് അതിനകത്തിരുന്ന്. ഇപ്പോൾ ഈ പുള്ളി അഭിനയിച്ചത് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ അതിനകത്ത് ഡബ്ബിങ്ങിൽ അത് ക്രമീകരിക്കും. അല്ലെങ്കിൽ പുള്ളി പോയി അഭിനയിച്ചത് സെറ്റായിട്ടില്ലെങ്കിൽ നമ്മളത് സെറ്റാക്കാൻ നോക്കും. ഇപ്പോൾ സീരിയലിലൊക്കെ മിക്കവാറും ഈ ടൈം ഡ്യൂറേഷൻ ഏറ്റവും കുറവുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ സീരിയലാണ്. അതായത് രാവിലെ ഷൂട്ട് ചെയ്യുന്നു, 11 മണിക്ക് എഡിറ്റ് ചെയ്യുന്നു, ഉച്ചയ്ക്ക് ഡബ് ചെയ്യുന്നു, വൈകുന്നേരം കളറിങ് ചെയ്യുന്നു, 6 മണിക്ക് ടെലികാസ്റ്റിംഗ്. ഈ ഒരു കണ്ടീഷനിലാണ് സീരിയൽ പോകുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഡബ്ബിങ് ആർട്ടിസ്റ്റിന് അവിടെ ഒരുപാട് പണിയുണ്ട്. ഡബ്ബിങ് അത്ര ഈസി ആയിട്ടുള്ള പരിപാടിയല്ല. പിന്നെ ഇമോഷൻസ് ചെയ്യാനാണ് കുറച്ച് പ്രയാസം. ഞാൻ ഈ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് പല കുട്ടികൾക്കും ഇമോഷൻസ് കൈകാര്യം ചെയ്യാൻ, ഇമോഷൻസ് പറഞ്ഞപ്പോൾ നമുക്ക് ചിരിയാവാം, കരച്ചിലാവാം, കോമഡി ആവാം, ഇതെല്ലാം നമ്മുടെ ഇമോഷനിൽ പെടുന്നതാണ്. അപ്പം ചിരിക്കാൻ അറിയാത്ത ഒരുപാട് പേരുണ്ട്. ഇപ്പം പൊട്ടിച്ചിരികളും അതുപോലെ അട്ടഹാസവും മന്ദഹാസവും അങ്ങനെ കോമഡി ചിരികളും, അങ്ങനെ ചിരികൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കുറേ ടൈപ്പ് ഉണ്ട്. അപ്പം അതെ, ആക്കി ചിരിക്കുക. അപ്പോൾ ഈ ചിരികളെല്ലാം നമുക്ക് വരാൻ കഴിയണം. കാരണം നമുക്ക് ചിരി വരാത്തൊരവസ്ഥയായിരിക്കും ചിലപ്പോൾ. ക്യാരക്ടറിന് ആവശ്യം ഒരു നല്ല പൊട്ടിച്ചിരിയാണ്, അല്ലെങ്കിൽ ഒരു അട്ടഹാസമാണ്. ഈ അട്ടഹാസം ചിരിക്കാൻ പറഞ്ഞാൽ ചിലർക്ക് ചിരിക്കില്ല. അപ്പോൾ ഒരു അട്ടഹാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചെയ്ത കാര്യം വിജയിച്ചു, അല്ലെങ്കിൽ അവനെ തോൽപ്പിച്ചു, അല്ലെങ്കിൽ ഒരു രാജ്യത്തെ തോൽപ്പിച്ച് വരുന്ന രാജാവ്, ഈ രാജാവ് ചിരിക്കുന്ന പോലെ നമ്മൾ ചിരിച്ചില്ലെങ്കിൽ നമ്മൾ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ, നമ്മൾ ഒരു വോയിസ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമ്മൾ പരാജയമാണ്. അപ്പോൾ നമ്മളെ ചിലപ്പോൾ ഡയറക്ടർ പറയും ഒരു കാര്യം ചെയ്യും, നമുക്ക് അടുത്ത പ്രാവശ്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇറക്കി വിടും. അപ്പം ചിരിക്കാൻ കഴിയുക. അപ്പം വെറുതെ ഇരുന്ന് നമുക്ക് തമാശ കേൾക്കുമ്പോൾ നമുക്ക് ചിരിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ഒരു തിയേറ്ററിനകത്തിരുന്ന് നമുക്കൊന്നുമില്ലാത്തൊരു സ്ഥലത്ത് നമുക്ക് പരിചിതമല്ലാത്തൊരു ആളുകൾക്ക് മുന്നിൽ നമ്മൾ ചിരിക്കണം, വളരെ നാച്ചുറലായിട്ട് ചിരിക്കണം. ചിരിച്ചാൽ മാത്രമേ ഡബ്ബിങ് മുന്നോട്ട് പോകും. അതുപോലെ കരയാനും. ഒരു ക്യാരക്ടർ സങ്കടപ്പെട്ട് കരയുന്നത്, പ്രത്യേകിച്ച് ആണുങ്ങളുടെ കരച്ചിലെന്ന് പറഞ്ഞാൽ, പെണ്ണുങ്ങൾക്കാണെങ്കിൽ ഒരു കുറച്ചുകൂടി ഈസിയാണെന്ന് തോന്നുന്നു. അവർക്ക് എപ്പോഴും ഒരു പാറ്റേൺ ഉണ്ട്. പക്ഷേ ആൺകുട്ടികളുടെ കരച്ചിലെന്ന് പറയുമ്പം ചിലപ്പോൾ അത് വിങ്ങി ഉള്ളു തകർന്നിട്ടുള്ള കരച്ചിലാവാം, ചിലപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടുള്ളൊരു കരച്ചിലാവാം, ചിലപ്പം ചിരിച്ചുകൊണ്ട് കരയേണ്ടി വരും, ചിരി പുറത്ത് കാണിച്ചിട്ട് കരയുന്നൊരു അങ്ങനത്തെ ഡയലോഗ്സ് മിക്സ് ആയിട്ട് വരുമ്പോൾ ഇതൊക്കെ ടാസ്ക് തന്നെയാണ്. അപ്പം നമ്മള് ലൈവായിട്ട് അഭിനയിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് അപ്പോൾ സ്വാഭാവികമായിട്ട് വന്നു പോകും. സ്വാഭാവികമല്ല, അതും എളുപ്പമല്ല, അഭിനയം അത്ര എളുപ്പമല്ല, നമുക്കത് വന്നു പോകും. പക്ഷെ ഇത് നമ്മള് ഡബ് ചെയ്യുന്നത് ഒരു മൈക്ക് മാത്രമേ മുമ്പിലുള്ള സ്ക്രീനും. നമ്മൾ നമുക്ക് വേണ്ടിയല്ല സംസാരിക്കുന്നത്, നമ്മൾ വേറെ ആൾക്കാർക്ക് വേണ്ടി സംസാരിക്കുന്നത്. അപ്പൊ അവരുടെ ആ ഒരു ശൈലി പിടിക്കാനും അവരുടെ എന്താണ് ആ മനസ്സിലുള്ളത് വെച്ചാൽ അത് പുറത്തേക്ക് വരാനൊക്കെ ഈ ഡബിങ്ങിലൂടെ ചെയ്യുമ്പോൾ ചില്ലറ പണിയില്ല, നല്ല പണിയാണ്. പക്ഷെ ഇപ്പൊ ഒരുപാട് കോഴ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പഠിപ്പിക്കാനും. പണ്ടൊന്നും ഞാനൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനൊരു കോഴ്സ് പോലും ഇല്ല. നമ്മൾ തന്നെ കേട്ടും കണ്ടും പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ കാര്യം. അപ്പോൾ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക്
ഇത് അത്ര ഈസി ആയിട്ടെന്നുള്ള വിചാരം എന്നിട്ട് ആരും വരണ്ട, വെറുതെ പറഞ്ഞു പിടിപ്പിക്കലല്ല. അങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാവി ഉണ്ടാവില്ല. ശരിക്കും ഒബ്സർവ് ചെയ്യുക. മമ്മൂക്ക, മോഹൻലാൽ, അതുപോലെ ഭാഗ്യ ചേച്ചി, ശ്രീജ ചേച്ചി, ഇങ്ങനെയുള്ള പ്രമുഖരായിട്ടുള്ള ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളും നടന്മാരൊക്കെ ചെയ്യുന്ന നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യാം. മമ്മൂക്കയൊക്കെ ഞാനൊക്കെ ആരാധനയോടെ വീക്ഷിക്കുന്ന ഒരാളാണ്. മമ്മൂക്ക ഓരോ തൃശ്ശൂർ സ്ലാങ് ആണെങ്കിലും ഒന്നും കൂടുതലോ കുറവില്ലാതെ ആ കറക്റ്റ് റൂട്ടിൽ മീറ്ററിൽ പറയുന്നൊരു വ്യക്തിയാണ് ഡബ്ബിങ്ങിൽ. ഇപ്പം നമുക്കറിയാം തിരുവനന്തപുരം ലാംഗ്വേജും അദ്ദേഹത്തിന് ഈസിയാണ്, തൃശ്ശൂർ ലാംഗ്വേജും വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തു. കാസർഗോഡ്, അതുപോലെ കർണാടകക്കാരനായിട്ടുള്ള ആ ലാംഗ്വേജ്, തമിഴൻ. അപ്പോൾ ഇതൊക്കെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ മമ്മൂക്കയ്ക്ക്. മമ്മൂക്കയുടെ ഒക്കെ വെറുതെ ഇരുന്ന് കണ്ടാൽ മതി, പഠിക്കാൻ പറ്റും. പാലക്കാട് സ്ലാങ് ചെയ്യാറുണ്ടല്ലോ. അതെ അതെ. ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന് അറിയേണ്ട വേറൊരു തലമാണ് നമ്മുടെ കൊളോക്കിയൽ ലാംഗ്വേജസ്. ഇപ്പോൾ തൃശ്ശൂർ, പാലക്കാട്, അതുപോലെ തിരുവനന്തപുരം, കോട്ടയം, പാല, കോഴിക്കോട്, കണ്ണൂർ, എല്ലായിടത്തെയും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്നും അറിഞ്ഞു വയ്ക്കുന്നത് നല്ലതാണ്. ചില സമയത്ത് നമുക്ക് പറഞ്ഞു തരാൻ ആളുണ്ടാവാം, എന്നാലും അതുപോലെ പറയാൻ കഴിയണമെങ്കിൽ ആ ശൈലി നമുക്കൊന്ന് വാശമുണ്ട്. ഇപ്പോൾ പാലക്കാട് എൻ്റെ നാടും കൂടിയാണ്. അപ്പം അവിടെയൊക്കെ നമ്മൾ ചെന്നിറങ്ങിക്കഴിഞ്ഞാൽ അപ്പം നമ്മളെയൊക്കെ പരിചയമുള്ള മുത്തശ്ശിമാരുണ്ടാവുമല്ലോ. അപ്പോൾ മുത്തശ്ശിമാർ നമ്മളെ കാണുമ്പോൾ ചോദിക്കും, ഔ എൻ്റെ കുട്ടിയെ നീ എപ്പോഴാണ് വന്ന്, എന്താ ആ കോലം കെട്ടലടാ. ഈ ഒരു ശൈലിയാണ് നമുക്ക്. അപ്പോൾ എന്നോട് ചോദിക്കാണ്ട്, നീ പാലക്കാടാണോ? പാലക്കാട് ഇങ്ങനെയല്ലല്ലോ സംസാരിക്കുക. പക്ഷെ ഞാൻ നാട്ടിൽ പോയി കഴിഞ്ഞാൽ, ഔ എന്നണ്ടാ സുഖമാണോ, എപ്പോഴാണ് വന്ന്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ ചേഞ്ചായിട്ട് വരും. പക്ഷെ നമ്മൾ ഈ നമ്മുടെ രീതിയും കാര്യങ്ങളൊക്കെ കുറച്ച്, പ്രത്യേകിച്ച് ബാംഗ്ലൂർ താമസിച്ചപ്പോഴാണ് എനിക്ക് തോന്നുന്നത് പാലക്കാടിൻ്റെ കുറച്ച് മാറിയത്. കോട്ടയംകാരായിട്ടുള്ള കുറേ സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ശൈലി എനിക്ക് തോന്നുന്നത് അങ്ങനെ ആക്കി ഞാൻ എടുത്തതും കൂടിയാണ്, ആ ഒരു സ്ലാങ്ങിൽ നിന്ന് മാറ്റി. കാരണം നമ്മൾ ഒരു ഡബ്ബിംഗ് ഫീൽഡിലേക്ക് ഇറങ്ങി എങ്കിൽ നമ്മളൊരു ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു സ്ലാങ് മാത്രം പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സ്ലാങ്ങേ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് മാറ്റി പിടിച്ച് മനഃപൂർവ്വം ചെയ്യണം. അതുപോലെ തൃശ്ശൂർ ചെയ്യുമ്പോഴും കുറച്ച് രണ്ട് ശൈലി. ഇരിങ്ങാലക്കുട ഭാഗത്തൊക്കെ പക്കാ തൃശ്ശൂർ, ചിലത് നമുക്ക് മനസ്സിലാവില്ലേ. ഈ ചുള്ളാക്കേട് ഇടക്കടയിലേറി ഈച്ചറോളുന്ന അവാർഡിസ്റ്റ വല്ല മനസ്സിലായാ. ഇതിങ്ങനെയാണ് ചാലക്കുടി ശൈലി. പക്ഷെ തൃശ്ശൂർ പോകുമ്പം ഡാ അവിടെ എന്ത് കിടക്കണ, കിടാവ് ചത്ത് കിടക്കുക. അപ്പം നമ്മൾ കിടാവെന്ന് പറയുന്നത് കിടാവ് നമ്മൾ പശുക്കുട്ടീനെ. പക്ഷേ ഇതെനിക്കുണ്ടായ ഒരു അനുഭവമാണ്. ഞാൻ അന്ന് ഗാനമേള പാടാൻ പോയിട്ട് ഇപ്പോൾ രാവിലെ തൃശ്ശൂരുള്ള ടീമിലാണ് പാടുന്നത്. അപ്പോൾ പാട്ട് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് പോകാൻ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുക. അപ്പോൾ ഏർലി മോർണിംഗ് ആണ്. ഇപ്പം രാത്രി പ്രോഗ്രാം കഴിഞ്ഞ് വന്ന് ഞങ്ങളുടെ റൂമിൽ കിടന്നുറങ്ങി രാവിലെ കോളേജിൽ പോകണം. അപ്പോൾ കോളേജിൽ പോകാൻ വേണ്ടി രാവിലെ ഞാൻ വേഗം ഇറങ്ങി കുളിച്ച് റെഡിയായിട്ട് ഇങ്ങനെ ഗ്രൗണ്ടിലൂടെ, ഇങ്ങനെ തൃശ്ശൂർ ഗ്രൗണ്ടിലൂടെ പോകുമ്പം അവിടെ ഒരു ദൂരെ ഒരു ആൾക്കൂട്ടം കാണാം. അപ്പം വരുന്ന ആളോട് ഞാൻ ചോദിച്ചു, എന്താ അവിടെ പ്രശ്നം എന്ന് ചോദിച്ചാൽ പറഞ്ഞു, അവിടെ ഒരു കിടാവച്ചത്ത് കിടക്കണ. അപ്പം ഞാൻ ചോദിച്ചു, അതെ പശുക്കുട്ടീനെ വണ്ടി ഇടിച്ചു എന്ന് ചോദിച്ചു. അവിടെ ചെന്നപ്പോൾ ഒരു സ്കൂൾ കുട്ടി ബസ് ഇടിച്ചിട്ട് വീണ് കിടക്കുക. അപ്പോൾ ഇതിനെയാണ് അയാൾ പറഞ്ഞത്, ഒരു കിടാവച്ചത്ത് എടുക്കുക എന്ന് പറയും. അപ്പോൾ അങ്ങനെ ആ ഒരു ശൈലി നമ്മൾ സ്വായത്തമാക്കുക എന്നുള്ളതാണ്. നമുക്ക് കിട്ടുന്ന ക്യാരക്ടർ ഏത് ഭാഷയിൽ സംസാരിക്കുന്നു. അല്ല, ചില സമയത്ത് അങ്ങനെ ചില ആളുകൾ വാശി പിടിക്കാറുണ്ട്. ഇപ്പം തിരുവനന്തപുരം സ്ലാങ്ങിലൊന്നും ചെയ്യാൻ പറ്റുമോ? ഒരു വേലക്കാരനായിരിക്കും, അല്ലെങ്കിൽ കൊച്ചി സ്ലാങ്. കൊച്ചിയിൽ ഞങ്ങൾ അങ്ങാട് പോയപ്പോൾ അവരിങ്ങാട് വന്നു, പിന്നെ ഞങ്ങൾ എങ്ങാട് പോകാനാണ് ഈ ഒരു. അപ്പോൾ ആ ഒരു ശൈലി നമ്മളൊന്ന് പഠിച്ചു വെക്കുന്ന നല്ലതായിരിക്കും. പിന്നെ ഈ പറയുന്ന നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ പുരാണം ഇപ്പോൾ സൂര്യൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, വീരഹനുമാൻ. അതിൽ ഇന്ദ്രൻ പിന്നടനും ഇന്ദ്രന്റെ മോൻ ബാലി ഞാനുമാണ് ചെയ്യുന്നത്. അതെ. പക്ഷെ പുരാണം പറയാനുള്ള പാടുണ്ടല്ലോ. പക്ഷെ ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് കുറച്ച് പറഞ്ഞ് എളുപ്പമായി. സ്റ്റാർട്ടിങ് ടൈമിൽ ഒക്കെ നമ്മൾ പെട്ട പാട്. അല്ല, നമുക്ക് അതിനകത്ത് പുരാണ ലാംഗ്വേജിൽ നമ്മുടെ വാക്കുകൾക്ക് വ്യക്തത വേണം. അപ്പം പുതിയ സിനിമകൾ ചെയ്യുമ്പോൾ നമുക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമ്മൾ സംസാരിക്കുന്ന സാധാരണ ഇപ്പോൾ നിങ്ങൾ എവിടെ പോവുകയാണ് എന്ന് നമ്മൾ ചോദിക്കില്ല ഒരിക്കലും. നീ എവിടെ പോടാ, അല്ലെങ്കിൽ നീ എങ്ങോട്ട് പോവാ, ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കുകയുള്ളൂ. പക്ഷേ നമ്മൾ ഈ പുരാണത്തിൽ പറയുമ്പോൾ നീ എവിടേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ശൈലി വരും.